ശരീരത്തിന് മനസ്സിന്റെ മേലുള്ളതിനേക്കാൾ സ്വാധീനം മനസ്സിന് ശരീരത്തിന്റെ മേലുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ നന്നേ ചെറുപ്പത്തിൽ ചക്രകസേരയിൽ ഒരു ജീവിതകാലം മുഴുവൻ ഒതുങ്ങേണ്ടി വന്നിട്ടും ലോകത്തിലെ എക്കാലത്തെയും മികച്ച ശാസ്ത്ര പ്രതിഭയായി മാറിയ മഹാൻ. അത്തരം മഹത് വ്യക്തിത്വങ്ങളുടെ നിരയിലേക്ക് 16 വയസ്സിൽ സംഭവിച്ച വാഹന അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ടിട്ടും നൃത്തരംഗത്തെ വെള്ളി നക്ഷത്രമായി മാറിയ സുധാ ചന്ദ്രനുമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട്. ശരീരത്തിന് മനസ്സിന്റെ മേലുള്ളതിനേക്കാൾ സ്വാധീനം മനസ്സിന് ശരീരത്തിന്റെ മേലുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു, ശാരീരിക ആരോഗ്യത്തോടൊപ്പമോ ഒരു വേള അതിലേറെയോ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിനുണ്ട് എന്ന്.